ഇത്തരം വയനാട്ടിലുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. 3, 4, 5 ദിവസം കഴിഞ്ഞിട്ടും പൂർണ്ണമായും ബോഡികളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ദുരന്ത സ്ഥലത്തും ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. മനുഷ്യനെ സ്നേഹിക്കുന്നതിന് പകരം ഈ ദുഷ്ടചിന്തകൾ പരത്തുന്നതിനാണ് അവർ ശ്രമിക്കുന്നത്. സാർ ശ്രദ്ധിച്ചിരുന്നോ ഇത്തരം കാര്യങ്ങൾ? ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ ദുരന്തം അറിഞ്ഞതിൽ പിന്നെ TV ഇൻ്റർവ്യൂവിനോ മറ്റു പരിപാടിക്കോ ഒന്നും പോയില്ല. ദുഃഖാചരണത്തിലായിരുന്നു, പ്രാർത്ഥനയിലുമായിരുന്നു. കാരണം അത് അത്രയും ഷോക്കിംഗ് ആണ്. മനുഷ്യനും അവിടെയുള്ള കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഒക്കെ സംഭവിച്ചിട്ടുള്ള ദുരിതത്തിൽ അതീവ ദുഃഖിതനുമാണ്. ആരോടും ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം, അതായത് പെര കത്തുമ്പം കഴുക്കോലൂരുക, വാഴ വെട്ടുക തുടങ്ങിയ രീതിയിൽ ഇതിൻ്റെ അകത്തുനിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക, പൊളിറ്റിക്കൽ സ്കോറിങ് നടത്തുക, മതം ഒളിച്ചു കടത്തുക, ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള സ്ഥിരം കലാപരിപാടികളുമായിട്ട് ഇതിനെങ്കിലും ആൾക്കാർ പൊങ്ങില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പലരും പൊങ്ങി. അപ്പൊ അതിനെതിരെ ഒന്ന് പ്രതികരിക്കേണ്ടതുണ്ട്, മനസാക്ഷി അനുസരിച്ച് പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഇത് ഒരു പ്രകൃതി ദുരന്തമാണ്. ആദ്യമേ തന്നെ ഇതൊരു പ്രകൃതി ദുരന്തമാണ്. എല്ലാവരും വിചാരിച്ചത് ഈ ഗാഡ്ഗിൽ വെച്ചായിരുന്നു 3-4 ദിവസമായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഗാഡ്ഗിൽ പറയുന്നു ഇത് പ്രകൃതി ദുരന്തമാണ് എന്ന്. അപ്പൊ ഈ ഗാഡ്ഗിലിനെ മുമ്പിൽ നിർത്തി ക്വാറി ബിസിനസ്സുകാരെ, ക്വാറിക്കാരെ ന്യായീകരിക്കുകയും കർഷകരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നയമാണ് ഒരു 10-12 വർഷമായിട്ട് ഈ കേരളത്തിലെ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പം തുടങ്ങി. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് പറയുന്നത് കർഷകനാണ്. ബാക്കിയുള്ളവർ എല്ലാവരും ക്വാറിയും റിസോർട്ടും ബാറ്റ് മാഫിയയൊക്കെ വളരെ നല്ലവരാണ്. ഈ ഒരു നറേഷനാണ് കേരളത്തിലെ മീഡിയയും രാഷ്ട്രീയക്കാരും ജനറലി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് എവിടെയാണേലും ഫാർമർ ഈസ് ദ ഫസ്റ്റ്, ബെസ്റ്റ് ആൻഡ് ലാസ്റ്റ് എൻവയറമെന്റലിസ്റ്റ്. അതായത് ആദ്യത്തെയും അവസാനത്തെയും നല്ലതുമായിട്ടുള്ള എൻവയറമെന്റലിസ്റ്റ് എന്ന് പറയുന്നത് കർഷകനാണ്. പക്ഷെ കേരളത്തിൽ വ്യാജ എൻവയറമെന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന കുറെ ആൾക്കാര്, വോക്കുകള്, ലിബറൽസ്, കമ്മികള്, അങ്ങനെ പല ആൾക്കാര്, കൊങ്കികള്, എല്ലാവരും വ്യാജ എൻവയറമെന്റലിസ്റ്റുകളുടെ പുറകിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങൾ AC റൂമിലിരിക്കുക, പച്ചക്കറി നിങ്ങളുടെ മുമ്പിൽ വരുന്നു, പാല് നിങ്ങളുടെ മുമ്പിൽ വരുന്നു, തേൻ വരുന്നു, പഴങ്ങൾ വരുന്നു, നിങ്ങൾ ഒരു പൊല്യൂഷനും ഇല്ലാതെ നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നു. ആകെ ഈ വ്യാജ എൻവയറമെന്റലിസ്റ്റുകളുടെ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നത് ഗ്യാസ് ട്രബിൾ മാത്രമാണ്. ഇതാണ് വ്യാജ എൻവയറമെന്റലിസ്റ്റുകൾ. കേരളത്തിൽ ഒരുത്തൻ അബദ്ധത്തിലെങ്കിലും 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അവൻ എങ്ങനെ ഒരു വ്യാജ എൻവയറമെന്റലിസ്റ്റ് ആകാം, ബുദ്ധിജീവി ആകാമെന്നാണ് ശ്രമിക്കുന്നത്. ജീവിതത്തിൽ ഒരു കപ്പയോ ചേമ്പോ പോലും നടാത്തവനാണ് കേരളത്തിലെ എൻവയറമെന്റലിസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത്. ഒരു പശുവിനെ വളർക്കാനോ ആടിനെ വളർക്കാനോ മുയലിനെ വളർക്കാനോ എന്തേറെ കഷ്ടപ്പാടുണ്ട്. ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടെറൈനിൽ കൃഷി ചെയ്യുമ്പോൾ എന്തേറെ ബുദ്ധിമുട്ടുണ്ട്. ഇതിനൊരു പശ്ചാത്തലവും കൂടെ ഉണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പോളിസി എന്ന് പറയുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ ആണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന്റെ. അതിനകത്ത് അഗ്രികൾച്ചറും ഉണ്ട്, മറ്റെല്ലാ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സും ഉണ്ട്. പക്ഷേ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കാര്യം വളരെ വർഷങ്ങൾക്ക്, ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാവർത്തികമാക്കിയവരാണ് ഈ വെസ്റ്റേൺ ഗാട്സിലെ കർഷകർ. ഇപ്പോൾ കൂടുതൽ ഭക്ഷണത്തിന്റെയും സ്പൈസസിന്റെയും ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് 1ാം ലോകമഹായുദ്ധകാലം 1915, ആ സമയത്ത് ഇവിടുത്തെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരും മറ്റു മഹാരാജാക്കന്മാരും നാടുവാഴികളുമാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഫുഡ് പ്രൊഡക്ഷനും പാലും പച്ചക്കറിയും മറ്റു കാര്യങ്ങളും പഴങ്ങളും എല്ലാം കൂട്ടാൻ വേണ്ടിയാണ് ഈ മലമേഖലകളിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നാട്ടുകാർക്ക് പെർമിഷൻ കൊടുക്കുകയും നാട്ടുകാർ അവിടെ കയറി കൃഷി ചെയ്ത് അവരുണ്ടാക്കിയ സമ്പത്ത്, അതായത് അത് കുരുമുളകാണേലും ഏലമാണേലും കാപ്പിക്കുരു ആണെങ്കിലും വേറെ എന്തെല്ലാം സ്പൈസസ് ഉണ്ടോ അതുപോലെ തന്നെ ആട്, മാട്, കോഴി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഇറച്ചി, പാല്, മുട്ട, ഇതെല്ലാം ഉണ്ടാക്കിയത് അവിടുന്നാണ്. ഇപ്പം പറയുന്നത് ഇതൊന്നും വേണ്ട, IT മാത്രം മതി എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറെ കുത്തിക്കൊണ്ടിരിക്കുക, മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുക, അതാകുമ്പോൾ പൊല്യൂഷൻ ഇല്ല. ഇതാണ് കേരളത്തിലെ വ്യാജ പരിസ്ഥിതിവാദികൾ പറയുന്നത്. ഇവരുടെ ഒരു ശത്രു എന്ന് പറയുന്നത് കേരളത്തിൽ കേരളം 1956 ഇത്രയും നാളായിട്ട് തീവ്രവാദത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കിയിട്ടില്ല, ഒരു കമ്മീഷൻ റിപ്പോർട്ടില്ല, യാതൊരു പ്രശ്നവുമില്ല. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നവരെ, പോരാളികള്, അങ്ങനെ അവർക്ക് വലിയ വിശേഷണങ്ങള്. 140 MLA-മാരും കൂടെ ചേർന്ന് തീവ്രവാദികൾക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കുന്നു. പുറത്തുനിന്ന് അനധികൃതമായിട്ട് കയറി വരുന്ന റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും സംരക്ഷിക്കാൻ പ്രമേയം പാസ്സാക്കുന്നു.
ഇന്ന് വരെ കർഷകർക്ക് വേണ്ടി ഒരു പ്രമേയമില്ല, നടപടിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി ആരാണ്? കർഷകൻ. കൃഷി ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ അവനെ വിളിക്കാൻ സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കി സാറേ. അവിടെ ഉള്ളവരുടെ ഉപജീവന മാർഗം സത്യത്തിൽ കൃഷിയായിരുന്നു. മാത്രമല്ല മാട് വളർത്തൽ, പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്നു. അപ്പം മണ്ണിനോട് ഇഴുകിച്ചേർന്ന് നടന്ന ഒരു സമൂഹത്തെയാണ് അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി അടുത്ത ഒരു ഘട്ടം എന്താണ്? ഈ ദുരന്തത്തെ അതിജീവിച്ചവർ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? കാർഷിക മേഖലയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി സർക്കാർ എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും സർക്കാർ ആലോചിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ സർക്കാർ ഒന്നും ചെയ്തിട്ടുമില്ല. അത് ഇതിനു മുമ്പുള്ള ദുരന്തങ്ങളിലൊക്കെ കണ്ടതാണ്. കാരണം ഒരു ദുരന്തം 2016 ഭരണത്തിൽ എത്തിയതിനു ശേഷമാണ് ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ മാൻഡ്രേക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇനി കേരള ഗവൺമെന്റ് ഇനി എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ടവർക്കോ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർക്കേ കിട്ടത്തുള്ളൂ. ബാക്കി അത് നമ്മൾ ഇടുക്കിയിലും കൂട്ടിക്കലും ഒക്കെ കണ്ടതാ, എന്തേറെ സ്ഥലത്ത്, കവളപ്പാറയിലും എല്ലാവരും സ്ഥലത്തും കണ്ടതാ. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് പറയുന്നവരെ പിടിച്ചകത്തിടുന്നാ പറയുന്നത്. ഇപ്പം ഗവൺമെന്റ് വഴി സഹായം ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും. ഗവൺമെന്റിന് സഹായം കൊടുക്കരുതെന്ന് ഉള്ള അഭിപ്രായം എനിക്കില്ല. ഗവൺമെന്റ് വഴി തന്നെ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്നും കൊടുത്താൽ അത് കിട്ടത്തില്ല എന്നും ഒരുത്തം പറയുന്നതിന്റെ പേരിൽ അവനെ പിടിച്ച് ജയിലിലിടുക എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ഫാസിസവും തെമ്മാടിത്തരവും കിം ജോങ് ഉന്നിന്റെ അഭ്യാസമാണത്. അഭിപ്രായം പറയുന്നവർ പറയട്ടെ, ഗവൺമെന്റിൽ കൂടെ കൊടുക്കേണ്ടോ കൊടുക്കട്ടെ, അല്ലാത്തവനെ അല്ലാത്ത രീതിയിൽ കൊടുക്കട്ടെ. ഗവൺമെന്റിനെ ബോയ്ക്കോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമുള്ള ആളല്ല ഞാൻ. പക്ഷെ ഇനി ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം പോലീസിനുമില്ല, അവനെ റിമാൻഡ് ചെയ്യേണ്ട കാര്യം ജുഡീഷ്യറിക്കുമില്ല, അവനെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യം മീഡിയയ്ക്കുമില്ല. ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഗവൺമെന്റ്, ജുഡീഷ്യറി, മീഡിയ, പോലീസ് എല്ലാവരും ചേർന്ന് ഗവൺമെന്റ് കൊടുത്താലും ഇല്ലേലും നീ ഗവൺമെന്റിനെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ഈ കലക്കവളത്തിൽ മീൻപിടുത്തം ഒരു റൗണ്ടിൽ കൂടെ തുടരുന്നുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം, ഇവിടെ പലർക്കും പലതും മറയ്ക്കാനുണ്ട്. പലരെയും കുറ്റപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഈ മലയുടെ മണ്ടയിൽ ഇത്രയധികം ബംഗ്ലാദേശി റോഹിംഗ്യകൾ വന്നത്? ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത, ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ, അനധികൃതമായിട്ട് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ എങ്ങനെയാണ് ഈ മലയുടെ മുകളിൽ വന്നത്? അവരവിടെ എന്ത് ചെയ്യുമായിരുന്നു? അവരുടെ റോൾ എന്താണ്? ആരാണ് അവരെ കൊണ്ടുവന്നത്? ഇപ്പം ഇന്ന് ബംഗാളിന്റെ നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ആൾക്കാർ അവിടെ ഉണ്ടെന്ന്. ബംഗാളി എന്നാണ് അവൻ പറയുന്നത്, പക്ഷെ ബംഗാളി അല്ല, ബംഗ്ലാദേശി തന്നെയാണ്. അവിടുന്ന് ചാടി ആസാം പണ്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ, ആസാമിലും ബീഹാറിലും ബംഗാളിലുണ്ടായിരുന്ന കമ്മി ഗവൺമെന്റും നാച്ചുറലൈസേഷൻ നടത്തി വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കി ആ ഡോക്യുമെന്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഇവരെന്താണ്? ഇനി ഈ മലയുടെ പുറകിലത്തെ മലയിൽ 19 ക്വാറികളാണ് ആക്റ്റീവ്. ഈ കർഷകരെയൊക്കെ കുറ്റം പറയുന്നവരെ ഇപ്പൊ കർഷകരെ എല്ലാം ഇറക്കി വിടുമെന്നൊക്കെയാണ് പലരും വീമ്പളക്കുന്നത്. കർഷകരെ ഒന്നും ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല, അത് നടക്കത്തില്ല. കാരണം അധികാരം ദൈവത്തിൽ നിന്നുള്ളതാവുന്നു എന്നാണ്. അധികാരം ഉണ്ടായിരുന്നത് രാജാക്കന്മാർക്കാ പണ്ട്. അവര് കൊടുത്ത ഓർഡർ പ്രകാരമാണ് ഈ കർഷകർ മോളിൽ കയറിയിരിക്കുന്നത്. ഈ ജനങ്ങൾ തെരഞ്ഞെടുത്തുണ്ടാക്കുന്ന അധികാരത്തിനെക്കാട്ടിലും ഇച്ചിരി കൂടിയ അധികാരം തന്നെയാണ് രാജാവിന്റെ. ആ രാജകുടുംബങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും പോയിട്ടൊന്നുമില്ല, അവരുടെ പരമ്പരകൾ ഇപ്പോഴും ഉണ്ട്. അവർ പറഞ്ഞിട്ടാണ് ഈ കർഷകർ അവിടെ കയറി. അതുകൊണ്ട് നാടിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കർഷകനെ ഇറക്കി വിട്ടാൽ ഇതിന് പരിഹാരമാകത്തില്ല. പിന്നെ ഒത്തിരി മൃഗസ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട്. സിംഹത്തെ സ്നേഹിക്കുന്നവര്, കടുവയെ സ്നേഹിക്കുന്നവര്, ആനയെ സ്നേഹിക്കുന്നവര്, പെരുമ്പാമ്പിനെ സ്നേഹിക്കുന്നവര്, കാട്ടുപന്നിയെ സ്നേഹിക്കുന്നവര്, അന്യായ മൃഗസ്നേഹികൾ. പ്രകൃതി സ്നേഹിക്ക് പുറമെയാണ്, ഈ പരിസ്ഥിതിവാദിക്ക് പുറമെയാണ് മൃഗസ്നേഹി എന്ന് പറയുന്ന സംഭവം. അപ്പൊ നമ്മളെ ഒരു വാതയോ ചേമ്പോ എന്തേലും ചേനയോ എന്തേലും വെച്ചിട്ട് അത് പന്നി കുത്തിമറിക്കുകയോ ആന കുത്തിമറിക്കുകയോ ചെയ്താൽ ഈ സ്നേഹം വല്ലതും ഉണ്ടോ? ബാലരമയിലും പൂമ്പാറ്റയിലും കാണുന്ന മൃഗങ്ങളല്ല കാട്ടിലുള്ളതെന്നെങ്കിലും ഈ പരിസ്ഥിതിവാദികളും മൃഗസ്നേഹികളും മനസ്സിലാക്കണം. അല്ലാണ്ട് ഷേരുക്കടുവയും പീലുക്കടുവയും ഒന്നും അല്ല കാട്ടിലുള്ളത്. അത് നമ്മളെ കണ്ടാ പിടിച്ചു തിന്നും. ഇത് ഇവന്മാർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ പല ആൾക്കാരും, ഈ പരിസ്ഥിതിവാദികളും മൃഗസ്നേഹികളും ഒക്കെ എന്തൊക്കെയോ നാർക്കോട്ടിക്സിന്റെ അടിമകളാണോ എന്ന് തോന്നുന്നു. കാരണം ഈ കാടെന്ന് പറയുന്നത് ഇവര് പറയുന്ന പോലെ ഒന്നും അല്ല. കൃഷി ചെയ്യാൻ അവിടെ കയറുന്നവരെ, ബൗണ്ടറി താമസിക്കുന്നവർക്ക് അനേകം പ്രശ്നങ്ങളുണ്ട്. ഗവൺമെന്റ് കമ്പാഷനേറ്റ് ആയിട്ട് സ്നേഹത്തോടെ കർഷകരെ അതിൻ്റെ അകത്തൊരു പ്രശ്നം, ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ലാൻഡ്, പുതിയതായിട്ട് കൊടുക്കുന്ന ലാൻഡ് സ്വീകരിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ ലാൻഡ് ഗവൺമെന്റിലോട്ട് പോകും, പിന്നെ തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ ഗവൺമെന്റ് മാറ്റി കൊടുക്കണം. അതായത് ഇപ്പം ഈ ഇതില് എന്താണ്, ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട ലാൻഡ് കൃഷിക്ക് യോഗ്യമാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അത് ചെയ്തു കൊടുക്കണം. നമ്പർ 1, അവരെ അവിടെ പുനരധിവസിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. അതല്ലെങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലം കൊടുക്കണം. കാരണം അവരെ എങ്ങോട്ടേലും പറിച്ചു നട്ടാൽ അടുത്ത ദിവസം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാ. ഇപ്പൊ പലരും പല കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ ജീവിതം, വീട് പോയി, ബന്ധുക്കൾ പോയി എന്നുള്ളത് കൂടുതലായിട്ട് അവരുടെ ജീവിതമാർഗം വഴിമുട്ടി. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അവരുടെ മൃഗങ്ങൾ നഷ്ടപ്പെട്ടു, അവരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു.
എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താണ് രാജ്യസഭയിലോട്ട് ഒളിച്ചു കടന്ന ഒരു പഴയ പ്രസ്റ്റിറ്റ്യൂട്ട്, ഏകദേശം ആ ഏരിയയിൽ നിന്ന് വരുന്നയാളാണ് ബ്രിട്ടാസ്, കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിക്കൂട്ടി നിർത്താൻ പാർലമെന്റിൽ ഒരു ശ്രമം നടത്തി. അതായത് ഒരാഴ്ച മുമ്പേ കേന്ദ്രം വാണിംഗ് കൊടുത്തു, എല്ലാ ഏജൻസികളും ഇവരോട് പറഞ്ഞു, സ്റ്റേറ്റ് ഒന്നും ചെയ്തില്ല, ഒന്നോ രണ്ടോ പേര് മരിക്കട്ടെ എന്ന് വെച്ച് മിണ്ടാണ്ടിരുന്നു. ഇത്ര ആൾ മരിക്കുമെന്ന് സ്റ്റേറ്റും വിചാരിച്ചില്ല, അനങ്ങിയില്ല. കാരണം സ്റ്റേറ്റിന് പറ്റിയ അബദ്ധം, ഈ കേന്ദ്രം കൊടുത്ത വാണിംഗ് അനുസരിച്ചാൽ ബംഗ്ലാദേശിയോട് ഇറങ്ങാൻ പറയണം. അപ്പൊ ബംഗ്ലാദേശി അവിടെ ഉണ്ടെന്നുള്ള കാര്യം നാട്ടുകാരറിയും, പോലീസ് അറിയും, ഇവന്മാരെങ്ങനെ വന്നു എന്നറിയും. അതുകൊണ്ട് സ്റ്റേറ്റ് ഇത് മൂടി വെച്ചു, ആരോടും പറഞ്ഞില്ല, ഒരു നടപടി എടുത്തില്ല, ഗവൺമെന്റും എടുത്തില്ല, അവിടെയുള്ള ഒഫീഷ്യൽസും എടുത്തില്ല. അതിട്ട് പാർലമെന്റിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജി എല്ലാ രേഖകളും എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു. പറയാൻ ആഗ്രഹിച്ചതല്ല, പിന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് ചുമ്മാ വായിച്ച് പഠിച്ചോളാൻ പറഞ്ഞു. പറഞ്ഞപ്പം ഈ സാധനം എല്ലാം അവിടെയുണ്ട്. അതോടെ അത് മിണ്ടാട്ടം മുട്ടി, ആ പരിപാടി അവിടെ തീർന്നു. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, മറ്റേ ഇതിനു മുമ്പ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു IAS കാരന് ഉണ്ടായിരുന്നു. അയാൾ എഞ്ചിനീയറിംഗിനും ഈ IAS ഒക്കെ റാങ്ക് വാങ്ങിച്ച ആളെ, ഇടയ്ക്ക് ജയിലിലൊക്കെ പോയായിരുന്നു ഏതോ പെണ്ണ് കേസിൽ. അപ്പം അങ്ങേര് പറഞ്ഞായിരുന്നു, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവന്മാരൊന്നും നമ്മുടെ ഓഫീസിലില്ല, മരപ്പൊട്ടന്മാരായ എല്ലാവരും. ഈ കേന്ദ്രം ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് കൊടുക്കുന്ന മെസ്സേജും കാര്യങ്ങളും ഒന്നും വായിക്കാൻ അറിയാവുന്ന പോലും ഇല്ല എന്നുള്ളതാണ് പരമ യാഥാർത്ഥ്യം. എന്നിട്ട് പാർലമെന്റിൽ പോയി കിടന്ന് പറയാണ് ഇത് കേന്ദ്രമാണ്. അപ്പൊ കേന്ദ്രമല്ല കുറ്റമെന്ന്. ഇതിനും പുറമെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് അതായത് ഈ നമുക്ക് എല്ലാ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവരൊക്കെ തന്നെ ഈ സൈന്യത്തോട് ഒരിക്കലും യോജിച്ചല്ല പ്രവർത്തിച്ചിരുന്നത്. ഇപ്പം സൈന്യം ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ഇവിടെ ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞു, അന്നേരം വലിയ ആശ്വാസമായി. എന്നാൽ അത് സൈന്യം നിർമ്മിച്ചു, സൈന്യം എന്നൊരു സാധനം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ സൈന്യമാണ് ഇവിടെ യഥാവിധി ഇടപെടലുകൾ നടത്തിയത്, ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതും. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടോ ഇത് മറച്ചു വെക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് വേറെ ഐഡിയോളജിയാണ്. അയാൾ ഇന്ത്യൻ സൈന്യത്തെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെയോ ഒന്നും ബഹുമാനിക്കുന്നയാളോ അനുസരിക്കുന്നയാളോ ഒന്നുമല്ല. ഒരു മരുമകൻ കോട്ടായാലും ഒരു മന്ത്രിസ്ഥാനം കിട്ടി, അത് ലൈഫ് ആസ്വദിക്കുന്നു, അത് അയാൾ ചെയ്തോട്ടെ. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ആർമിയും വളരെ കൃത്യമായ റോള് എവിടെയൊക്കെ പറയുന്നു അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് പാർലമെന്റിലെ അമിത്ഷാജിയുടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. വാണിംഗ് ഞങ്ങൾ ഒറീസ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന് കൊടുത്തു, ഇതിലും വലുതായിരുന്നു, ഒരാൾ പോലും മരിച്ചില്ല. ഒരുത്തൻ അബദ്ധത്തിൽ അവിടെ ചെന്ന് ചാടി, അവന്റെ തെറ്റുകൊണ്ട് ഏതോ ഒരു ആക്സിഡന്റ് ഉണ്ടായതല്ലാണ്ട് അവിടെ മാസമായിട്ട് ആൾക്കാർ മരിക്കുക ഒന്നും ചെയ്തില്ല. ചുഴലി വന്നപ്പോൾ മുഴുവൻ പേരെയും പുനരധിവസിപ്പിച്ചു. അപ്പൊ ഗവൺമെന്റ് ഒരു വാണിംഗ് കൊടുത്താൽ, സെൻട്രൽ ഗവൺമെന്റ് വാണിംഗ് കൊടുത്താൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ജില്ലാ ഭരണകൂടത്തിന് കൊടുത്ത് അവിടുത്തെ ആൾക്കാരെ നിർബന്ധമായിട്ടും ബലമായിട്ടോ ബോധവൽക്കരണം മൂലമോ, ആദ്യം ബോധവൽക്കരണം നോക്കുന്നു, ഇല്ല ബലമായിട്ട് തന്നെ അവിടുന്ന് മാറ്റാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി, പൊളിറ്റിക്കൽ വില്ല് കാണിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ പൊളിറ്റിക്കൽ വില്ല് കാണിക്കാൻ പറ്റത്തില്ല. കാരണം വീടിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ബംഗ്ലാദേശിയുടെ മുഴുവൻ ലിസ്റ്റ് പുറത്തു വരും. അപ്പൊ അവരെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കേന്ദ്രത്തിന്റെ സംഭവം ഇത് പോയത്. ഇതവിടെ നിൽക്കട്ടെ. ഇപ്പൊ കർണാടകത്തിൽ നമ്മുടെ ഒരു പയ്യൻസ് ദാരുണമായിട്ട് അപകടത്തിൽപ്പെട്ടു. അപ്പൊ ഇവിടെ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് കംപ്ലീറ്റ് സൈന്യം ചെയ്യുന്നത് പോരാ, കുഴിക്കുന്നത് പോരാ, പകല് മാത്രമല്ല രാത്രിയിലും സെർച്ച് നടത്തണം. അങ്ങനെ ഇവിടെ തൊഴിലുറപ്പാണ് അവിടെ സൈന്യം ചെയ്യുന്നതെന്നൊക്കെ ആയിരുന്നു ഇവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ മെയിൻ മീഡിയകൾ എല്ലാവരുടെയും ടൈറ്റിൽ അതായിരുന്നു, സൈന്യം വന്നത് പോരാ, പോയത് പോരാ. മാത്രമല്ല ഇവിടുത്തെ കർണാടക ഗവൺമെന്റിനെ കേരളത്തിലെ ഒത്തിരി ആൾക്കാരെ ചീത്ത വിളിച്ചു. യഥാർത്ഥത്തിൽ കർണാടക ഗവൺമെന്റിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ ആൾക്കാർ നഷ്ടപ്പെട്ടു, അനേകം കന്നഡക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരും കൃത്യമായിട്ട് ചെയ്യാനുള്ളത് ചെയ്തു. പക്ഷെ ആ കാലാവസ്ഥയിലും ആ ടെറൈനിലും അത്രേ ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇത് മറച്ചു വെച്ച് വലിയൊരു പ്രചരണമാണ് ഇവർ നടത്തിയത്. പിന്നെ എത്രയാണെങ്കിലും കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയയുടെ ഒരു പ്രശ്നം, അവർക്ക് ഇന്ത്യൻ സൈന്യം എന്ന് പറയുമ്പം ഒരു ശത്രുവിനെ പോലെയാണ് അവർ കാണുന്നത്. ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്താലും ശരിയാകത്തില്ല, അതിലും സന്നദ്ധ സംഘടനകളാണ് അതിലും ഭേദം, പാകിസ്ഥാന്റെയും ടർക്കിയുടെയും യൂണിഫോം ഇട്ട് വരുന്നവരാണ് അതിലും നല്ലതെന്നുള്ള ഒരു നറേഷൻ കേരളത്തിലെ മീഡിയയും രാഷ്ട്രീയ ആൾക്കാരും കൂടെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പാകിസ്ഥാന്റെയോ ടർക്കിയുടെയോ യൂണിഫോം ഇട്ട് വരികയാണെങ്കിൽ അവരാണ് ഭയങ്കര സംഭവം എന്നൊരു നറേഷൻ കൊടുത്തിരുന്നു. അവർ പല അഭ്യാസങ്ങൾ പയറ്റി നോക്കി, ഒന്നും പറ്റിയില്ല. ഇന്നിപ്പം നമ്മുടെ ബഹുമാനായ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സൈനിക ഡ്യൂട്ടിയിൽ അദ്ദേഹം അവിടെ ചെന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെതിരെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിനെതിരെ വലിയ പ്രചരണം നടത്തിക്കുകയാണ്. ഈ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് ഈ ഇതുപോലത്തെയുള്ള മറ്റുള്ളവർ അവിടെ വേണ്ട,
ഞമ്മന്റെ ഏറിയാണ് നമ്മൾ അവിടെ പ്രചരിപ്പിച്ച നേതൃത്വം നൽകുന്നത് മാധ്യമവും മീഡിയ വണ്ണുമാണ് പ്രചരണം നടത്തുന്നത്. അപ്പൊ അതായത് അവർക്ക് ഡബിൾ ഒന്ന് ഈ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബംഗ്ലാദേശി പുറത്തു പോയത് അവർക്ക് ഒന്നാമത്തെ സങ്കടം. രണ്ടാമത്തെ സങ്കടം ഈ ആഴ്ചയിൽ അവരുടെ 3 വാപ്പയാണ് മരിച്ചത്. ഒരു വാപ്പയല്ല 3 വാപ്പ. അവിടെ ഹമാസ് വാപ്പകൾ 3 വടിയായി ഇസ്രായേൽ പടവാക്കി. അപ്പൊ ഈ 3 വാപ്പ മരിച്ചതിന്റെ ദുഃഖം ഒരു സൈഡിൽ, നമ്മ സാധാരണയൊക്കെ ഇത് പറയുമല്ല 3 വാപ്പ മരിച്ചാൽ 30 ഇരട്ടി ദുഃഖം. പിന്നെ ഈ ദുഃഖം ഇതിന്റെ എല്ലാം കൂടെ അരിശമാണ് TG മോഹൻദാസിന്റെ മേത്തോട്ടും അതുകൊണ്ട് കാസയുടെ മേത്തോട്ടും മോഹൻലാലിന്റെ മേത്തോട്ടും. അങ്ങനെ ഞങ്ങൾ മാത്രം മതി, സൈന്യവും വേണ്ട, ഒന്നും വേണ്ട. അൽ കേരളയുടെ പോലീസുണ്ട്, അൽ കേരളയുടെ ഫയർഫോഴ്സ് ഉണ്ട്, അൽ കേരളയുടെ ഫോറസ്റ്റ് ഉണ്ട്, പല പരിപാടികളുണ്ട്. സൈന്യം ഒന്നും വന്നില്ലേലും വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം അവരോട് തെളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് വരും, സൈന്യം വരും, സൈന്യത്തിന്റെ കൂടെ സേവാഭാരതി കാണും, അതിന്റെയും പുറകിൽ കാസ കാണും, കത്തോലിക്ക കോൺഗ്രസ് കാണും, പല ആൾക്കാരും കാണും. ഒരു സ്ഥലവും ഇവർക്ക് തീരെഴുതിയൊന്നും കൊടുത്തിട്ടില്ല, ഒരു സ്ഥലവും. അത് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് അത് കേരളത്തിലെ മറ്റു മീഡിയകളും മനസ്സിലാക്കുക. ഈ ടർക്കിയുടെയും പാകിസ്ഥാന്റെയും യൂണിഫോം ഇട്ടവർക്ക് ഒരു സ്ഥലവും തീരെഴുതി കൊടുത്തിട്ടില്ല. ആ മസിൽ പരിപ്പീരോ നദിയിലോട്ട് തിരിഞ്ഞ് കുണ്ടി പൊക്കി നിന്നാൽ ഒന്നും ഇവിടെ ആരും വരണ്ടു പോകത്തില്ല. അതുകൊണ്ട് പട്ടിഷോ ഒന്നും ഇവിടെ നടക്കത്തുമില്ല. നദിയിലോട്ട് പോയി നിന്ന് കുണ്ടി പൊക്കി നിന്നുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ആ അഭ്യാസം ഒന്നും വരാതെ ഇതിന്റെ അകത്ത് ഇവർക്കൊക്കെ അല്പമെങ്കിലും ഈ പരിപാടിക്കകത്ത് നേട്ടം ഉണ്ടാക്കാനും പൊളിറ്റിക്കൽ സ്കോറിംഗ് നടത്താനും തീവ്രവാദം നടത്തി നിരോധിക്കപ്പെട്ടവർ വെള്ള പൂശപ്പെടാനും ഉള്ള പരിപാടിക്കൊന്നും ആരും ഇറങ്ങാണ്ടിരിക്കുകയായിരുന്നു നല്ലത്. അതായത് ഇവിടെ സൈന്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മാതൃകാപരം എന്ന് പറഞ്ഞാൽ അവർ ബെയിലിപ്പാലം നിർമ്മിക്കുന്നു, ഈ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം അക്കരയ്ക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ മന്ത്രിമാരൊക്കെ പറഞ്ഞ പോലെ സൈന്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ എത്ര ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പോൾ സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. സൈന്യത്തിന്റെ ഒറ്റ കാര്യം കൊണ്ടുണ്ട്, സൈന്യം അവിടുന്ന് പോകുന്നൊന്നുമില്ല. സൈന്യം ഇനി പുതിയ പാലം വരുന്നിടം വരെ അവിടെ കാണും. സൈന്യം അവിടെ കാണും, സൈന്യം അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനിയും കേരളത്തിലെ ഇപ്പൊ ദുരന്തം ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് വീണ്ടും ദുരന്തങ്ങളൊക്കെ ഇനി ഉണ്ടാവും. അപ്പൊ ഉണ്ടാകുമ്പോൾ സൈന്യത്തിന്റെ ആവശ്യം കൂടുതൽ വരും. അപ്പോൾ ഇനി ഏറ്റവും സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ദുഃഖം വന്ന ഒരു കാര്യം, ഈ 10-30 വർഷം സൈന്യത്തെ ചീത്ത പറഞ്ഞു പഠിച്ച കേരളത്തിലെ ന്യൂസ് ആങ്കർമാരും ന്യൂസ് എഡിറ്റർമാരും ഒക്കെ ഈ സൈന്യം ഇത് ചെയ്തു കഴിഞ്ഞ് ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പുറത്തു പോയി റൂമിൽ തന്നെ ഇരുന്ന് കരയുന്ന ആ സീനാണ് സൈന്യത്തിന് അനുകൂലമായിട്ട് പറയേണ്ടി വരുമ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു ആത്മസംഘർഷമുണ്ട്. അതാണ് നമ്മളെ തീർത്തു. അയ്യോ ഇത്രയും നാൾ പറഞ്ഞിട്ട് നിങ്ങളാവുന്ന ആലോചിച്ച് നോക്കി, എത്രയും നാളും പറഞ്ഞിട്ട് ഇത് പറയേണ്ടി വരുന്ന വാർത്ത വായിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആത്മസംഘർഷം ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ദേശീയതയോട് ചേർന്ന് നിൽക്കാനും സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ പറ്റുന്നതെന്നും അവര് സമയത്ത് വന്നു, അവര് കൃത്യമായിട്ട് സമയത്ത് വന്നു. ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തമാണ്. ഗാഡ്ഗിലിനെ പൊക്കി പിടിച്ച് നടന്നവരുണ്ടായിരുന്നു. പിന്നെ വേറൊരാളും കൂടെ പറയാണ്ട് വേറൊരാളുണ്ടായിരുന്നു, പണ്ട് അയാൾ മരിച്ചുപോയി, പറയുന്നത് അത്ര ശരിയല്ല, എന്നാലും അയാളെ മെൻഷൻ ചെയ്യാതെ വിടുന്നത് ശരിയല്ല. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വെച്ച് കർഷകർക്കിട്ട് പണി കൊടുക്കാൻ ഇറങ്ങിയ ഒരാളുണ്ടായിരുന്നു, PT തോമസ് എന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള പരിസ്ഥിതിവാദമൊക്കെ കളഞ്ഞു വെച്ച് കർഷകരുടെ കൂടെ നിൽക്കാനുള്ള ആത്മധൈര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ആൾക്കാരും കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടിയെടുക്കുക, കർഷകർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ പാറമടക്കാരെയും ക്വാറികളെയും മൈനിങ്ങുകാരെയും റിസോർട്ട് ലോബിയെയൊക്കെ നിയന്ത്രിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലാതെ ഇതിൻ്റെ അകത്ത് നിന്ന് എൻ്റെ ജാതിക്ക് എന്ത് ലാഭം ഉണ്ടാക്കാം, മതത്തിന് ലാഭം ഉണ്ടാക്കാം, എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാം, ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വല്ലതും പ്രാർത്ഥിക്കുക, പറ്റുന്ന ഉപകാരങ്ങൾ വല്ലതും ചെയ്യുക. ഇതാണ് നമുക്ക് പറയാനുള്ള കേരളത്തിലെ ഈ വ്യാജ പരിസ്ഥിതിവാദികളോടും വ്യാജ മൃഗസ്നേഹികളോടും ഒക്കെ പറയാനുള്ള കാര്യം. ഇതുപോലത്തെ അപകടങ്ങൾ ഉണ്ടാകാണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.